ഇന്നത്തെ പ്രതികരണം വെച്ചിട്ട് നമ്മളതിനെ വിലയിരുത്തരുത്. ഈ വരുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നല്ലോ, 2 ദിവസം കഴിയട്ടെ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്താ അവിടെ സംഭവിച്ചത്, പെരുന്നേൽ എന്താ സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ, പഠിച്ച ശേഷം ഞാൻ പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നേരം ആ സമയത്ത് അദ്ദേഹം പല്ല് കടിക്കുമോ നാക്ക് കടിക്കുമോ നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം അങ്ങനെയാണ്, അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്, വിഷയങ്ങളോട് ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അത് എല്ലാ അനുഭവങ്ങളും നമുക്ക് അത്തരം കാര്യങ്ങളിലുണ്ടല്ലോ. പിന്നെ മുമ്പേ സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ NSSൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമുദായത്തിൻ്റെ താല്പര്യങ്ങളാണ്. സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ മാത്രമേ അതിനകത്ത് വരാറുള്ളൂ. അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം. കാരണം അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള ആളുകളാണ്, അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പ്രത്യേകിച്ച് മാതൃഭൂമി പത്രം നിരോധിച്ചൊരു സമയമുണ്ടായിരുന്നു. മാതൃഭൂമി പത്രം ഒരു ലേഖനം വന്നത്, പിന്നെ ഒരു നോവൽ വന്നതിൻ്റെ പേരിൽ, വീക്കിലിയിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ NSS ഈ പത്രം നിരോധിച്ചു. NSSലും സമുദായത്തിലും മാതൃഭൂമി പത്രം വരുത്തണ്ട എന്ന് തീരുമാനിച്ചു. ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനം അത് ജനറൽ സെക്രട്ടറിയെ നമ്മളെ അറിയിച്ചു. പിറ്റേ ദിവസം തൊട്ട് വലിയ ക്ഷീണമായിരുന്നു, പത്രത്തിന് വലിയ ക്ഷീണമുണ്ടായി. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ വലിയ ക്ഷീണം നമുക്കുണ്ടായി. ഞാനന്ന് കോട്ടയത്ത് ന്യൂസ് സെക്ടറാണ്, എനിക്കറിയാം അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ. ഇതൊന്ന് പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. ഞാൻ ഉണ്ടായിരുന്നു, ശ്രീ എം.എസ്. കുമാർ അടക്കം ഞങ്ങളെല്ലാവരും പരിശ്രമിച്ചതാണത്. ഏതാണ്ട് 1 വർഷമെടുത്ത പ്രശ്നം പരിഹരിച്ചെടുക്കുന്നതിനായിട്ട്. ഞാനിതിനെ കാണാത്ത ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഇല്ല. മുമ്പേ പറഞ്ഞില്ല, അവരാരും പാവകളോ ഒന്നും അല്ല അതിനകത്തിരിക്കുന്ന ആളുകൾ. അവരെയൊക്കെ വ്യക്തിപരമായിട്ട് കണ്ട് ഫോണിലും നേരിട്ടും ഒക്കെ കണ്ട് ഞാൻ സംസാരിച്ചതാണ്. ആരും സമുദായത്തിൻ്റെ താല്പര്യമാണോ ഞങ്ങൾ ഇതിനകത്തിൽ കൂട്ടു നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. അല്ല, ജനറൽ സെക്രട്ടറിക്ക് അനുകൂലമായിട്ടൊന്നും അല്ല അവർ പറഞ്ഞിരുന്നത്. മാത്രമല്ല, കൃത്യമായ തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരാൾ അതിൽ പങ്കെടുത്തുമില്ല. ഗണേഷ് കുമാറിന് അപ്പുറത്താണേലും ഇപ്പുറത്താണേലും പ്രശ്നം ഇലക്ഷൻ വന്ന് മുട്ടി നിൽക്കുക. ഗണേഷ് കുമാർ അങ്ങനെ തന്നെ ആയിരുന്നു. ഗണേഷ് കുമാർ അങ്ങനെ എല്ലാ ഡയറക്ടർ ബോർഡ് യോഗത്തിലൊന്നും പങ്കെടുക്കാറില്ല. സാധാരണ അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. ബാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. അത് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ, വളരെ അപൂർവമായിട്ടൊക്കെയുള്ള സന്ദർഭങ്ങളിൽ, ഈ സമ്മേളനം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യ കാര്യങ്ങളിൽ അദ്ദേഹം വരാറുള്ളായിരുന്നു. ഗണേശനും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്തരം. പിന്നെ തിരക്കുകൊണ്ടല്ലോ, അദ്ദേഹം മന്ത്രിയുമാണല്ലോ. പിന്നെ മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു. വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, അപ്പോൾ അതിനകത്ത് നിന്ന് മാറുന്നെന്നൊക്കെ പറയുന്നു. പക്ഷേ ആ നിലപാടിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം NSSന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് LDF സർക്കാരിൻ്റെ കാലത്താണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. 2006 VS അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അന്ന് നിയമമന്ത്രി വിജയകുമാർ ആയിരുന്നു നിയമമന്ത്രിയായിരുന്ന കാലത്ത്. ആ സമയത്ത് NSSന് ഒരുപാട് ഭൂമി പ്രശ്നങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരം MG കോളേജിന് ഒരുപാട് ഭൂമിയുടെ തർക്കമുണ്ടായിരുന്നു. കറുകച്ചാല, നിലമേൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലായിട്ട് ഒത്തിരി ഭൂമി വ്യവഹാരങ്ങൾ വർഷങ്ങളായിട്ട് നടക്കുകയായിരുന്നു. NSSന് തന്നെ റൈറ്റ് കിട്ടിയിരുന്നില്ല. ആ പ്രശ്നത്തിൽ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുത്തത് ശ്രീ വിജയകുമാറാണ്. വിജയകുമാർ നിയമമന്ത്രിയായിരുന്ന കാലത്താണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയാണ് ആനുകൂല്യമെങ്കിൽ അത് കിട്ടിയത് ഒരു പക്ഷേ കോൺഗ്രസ് കാലത്തുമായിരിക്കും. ഇതൊരു ഇളവ് നിയമകാര്യങ്ങളിൽ എനിക്കത് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വർഷങ്ങൾ നീണ്ട ഒരു വ്യവഹാരത്തിനകത്തൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ കോടിയേരിയുമായിട്ടുള്ള ബന്ധങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ, വാസവൻ്റെ ഫോൺ വന്നു എന്നുള്ള കാര്യങ്ങൾ. കോടിയേരിയുമായിട്ടൊരു ഹോട്ട്ലൈൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഹോട്ട്ലൈൻ ബന്ധം, അദ്ദേഹം ഫോൺ എടുത്താൽ ഉടൻ തന്നെ കോടിയേരി ഫോൺ എടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള NSS ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഫോൺ എടുക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച സമയത്ത്, അത് ശബരിമല പ്രശ്നം നടക്കുന്ന സമയത്താണ്. ശബരിമല യുവതീ പ്രശ്നം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശക്തമായ നിലപാടായിരുന്നു. അപ്പോൾ പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് ഉള്ളൊരു ഫോണാണ് അവിടെ വരുന്ന സമയത്ത് 2-3 തവണ എങ്ങാണ്ട് വിളിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. അടുത്തുണ്ടായിരുന്നൊരു സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യം വിളിച്ചേച്ച് പറ, അയ്യപ്പസ്വാമിയെ ഇഞ്ഞ് വിട്ടതാ, അതല്ലാതെ മറ്റൊരു കാര്യവും എനിക്ക് സംസാരിക്കാനില്ല. അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിശക്തമായ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് NSSൻ്റെ നേതൃത്വത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ബോർഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇതിനകത്ത് ആക്ഷേപങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല. ശ്രീ കലഞ്ഞൂർ ശക്തനായ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചത് പറഞ്ഞ കാര്യങ്ങളാണൊക്കെ. അപ്പോൾ അത്തരത്തിൽ NSSൻ്റെ നിലപാടുകളെ നമ്മൾ അത്തരത്തിൽ വേണം ഇതിനെ കണ്ടുകൊണ്ട് പോകാനെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ BJPയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. BJPയുടെ ഒരുപാട് നേതാക്കന്മാരവിടെ വരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില വ്യക്തികളുമായിട്ട് മാത്രമേ വലിയ സൗഹൃദമുള്ളൂ. പ്രത്യേകിച്ച് ശ്രീധരൻപിള്ള, പിന്നെ ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻപിള്ളയുമായിട്ട് നല്ല സൗഹൃദമുണ്ട് അദ്ദേഹത്തിന്. വളരെ വ്യക്തിപരമായ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ വന്നിരുന്നല്ലോ. ചെങ്ങന്നൂരിൽ, ഞങ്ങളുടെ അസംബ്ലി മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ശ്രീധരൻപിള്ള മത്സരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല സഹായം അവിടെ ഉണ്ടായിട്ട് 29% വോട്ട് മേടിച്ച് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് നേടിയത് ശ്രീധരൻപിള്ള അവിടെ നിന്നാണ്. അങ്ങനെയാണ് ചെങ്ങന്നൂർ വലിയ ഇപ്രാവശ്യവും നല്ല വ്യത്യാസമൊക്കെ കാണിക്കുന്നുണ്ട് ആ മണ്ഡലം.
അതേപോലെ തന്നെയാണ് മറ്റു തരത്തിൽ യുവതീ പ്രവേശന പ്രശ്നങ്ങളൊക്കെ നടന്നെങ്കിലും 2019 കെ സുരേന്ദ്രനെ അദ്ദേഹം പത്തനംതിട്ട സപ്പോർട്ട് ചെയ്തില്ല, NSS സപ്പോർട്ട് ചെയ്തില്ല. സുരേന്ദ്രൻ വലിയ മാർജിൻ 15% ഉണ്ടായിരുന്ന വോട്ട് 29% ഉയർത്തി പത്തനംതിട്ടയിൽ. പക്ഷേ NSSന്റെ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അന്നേരം NSS അത്തരത്തിലുള്ള കണ്ണടച്ചുകൊണ്ടുള്ള ഒരു BJPക്കുള്ള ഒരു സപ്പോർട്ട് അവർ കൊടുത്തിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇതൊക്കെയായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് തോന്നുന്നു. NSSലെ BJPയിൽ അങ്ങനെ വലിയ അമിതമായ സ്വാധീനം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ദോഷമുണ്ടാകും. കാരണം മുമ്പേ ഇവരെല്ലാം പറഞ്ഞതൊക്കെ ശരിയാണ്. അനുഭവമുള്ള ആളുകൾ ധാരാളം ഇതിനകത്തിലുണ്ട്, പ്രവർത്തകരിൽ ധാരാളമുണ്ട്. അപ്പോൾ പ്രവർത്തകർ ധാരാളമുള്ളത് സ്ഥിതിക്ക് അത്തരത്തിലുള്ളൊരു കടന്നുവരവ് BJPയുടെയോ അതിൻ്റെ നേതാക്കന്മാരുടെ കടന്നുവരവിനെ അദ്ദേഹം ചിലപ്പോൾ എതിർക്കുന്നുണ്ടാകും. കാരണം ഇവിടെ രാഷ്ട്രീയമില്ല. NSSനെ ഇതുവരെയുള്ള നിലപാട് വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇത് രാഷ്ട്രീയമില്ല, സമുദ്രത്തിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്.